അതേ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയോ? മുരിങ്ങയില വിത്ത് എഗ്ഗ്, കോഴിമുട്ട മുരിങ്ങയില തോരനാണ്. ഇത്ര ഒരു മുരിങ്ങയില നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഈ ഉണങ്ങിയ കാന്താരിമുളക്, ഒരു പച്ചമുളകും ഉണ്ട്, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് പെപ്പർ പൗഡറാണ് ഇപ്പോൾ ഇടിച്ചെടുത്ത, പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, നമ്മുടെ സ്വീറ്റായിട്ടുള്ള ക്യാപ്സിക്കം പൊടി, ഒരു 4 കോഴിമുട്ട, പിന്നെ ഉപ്പ്. ഇത്ര സാധനങ്ങൾ. കടുക് പൊട്ടിക്കുന്നില്ല, ഉലുവയൊന്നും പൊട്ടിക്കുന്നില്ല, അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മിക്സ് ഇങ്ങോട്ടേക്ക് ഇടുക. ഇത്രയും സംഭവങ്ങൾ ആദ്യമേ നമ്മൾ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പൊട്ടുന്നു വെള്ളം വീണെന്ന് തോന്നണം. ഇപ്പോഴും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആദ്യം ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് നോൺ സ്റ്റിക്ക് പാനായിരുന്നു, പക്ഷേ യൂസ് ചെയ്ത് നോൺ സ്റ്റിക്കൊക്കെ പോയി. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പൂൺ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ മറ്റേ വുഡിൻ്റെ തവിയല്ലേ എടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാവട്ടെ. ഇത് ഏകദേശം ചായ വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുകയാണ്. ഇത്ര ഉപ്പിരിക്കട്ടെ, പിന്നെ ബാക്കി നോക്കിയിട്ടിടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, സ്പൂൺ കണ്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതിയേ. മഞ്ഞൾപ്പൊടി മാത്രം. പിന്നെ ഇത് നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള മറ്റേ ക്യാപ്സിക്കം പൗഡർ ഇല്ലേ, അത്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്യുന്നതാണ്. എല്ലാ കറിയിലും ഇത് ഇട്ടിട്ട് നമുക്ക് എന്താണ് ടേസ്റ്റ് വ്യത്യാസം വരുന്നതെന്ന് നോക്കുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ കറിയിലും ആദ്യമായിട്ടാണ് ഇടുന്നത്. എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കുകയാണ്. പക്ഷേ ഇത് ക്യാപ്സിക്കം പൗഡർ ആണെങ്കിൽ നമ്മൾ സാധാരണ ഇടുന്ന പോലെ മുളകും സംഭവങ്ങളൊക്കെ ഇടും. ഇത് എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലേവർ എങ്ങനെയുണ്ടെന്നൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഇത് നായി വരട്ടെ. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുരിങ്ങയില ഫുൾ ഇടാണേ. ഇത്ര ഉണ്ടായിരുന്നു പാത്രത്തിൽ. നമുക്ക് ഇത്ര ഉള്ള പോലെ തോന്നിയില്ല കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ആദ്യം കുറച്ച് വലിയ ചട്ടി, ഇതിനേലും ഒരു വലിയ ചട്ടി ഉണ്ടായിരുന്നു, അതെടുക്കാനിരുന്ന. പക്ഷേ പാത്രത്തിൽ പെട്ടെന്ന് മുരിങ്ങയില കണ്ടപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു. സാറ് വഴി ചിലപ്പോൾ ചുരുങ്ങി വരുമല്ലോ. ഇനി ഇത് നമ്മൾ ശരിക്കും ഒന്ന് ഇളക്കുക. മുരിങ്ങയില ഓരോരോ ഇലയായിട്ടൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. അതൊക്കെ ചെയ്ത് എന്തോരം ടൈം എടുക്കും. നമ്മളിങ്ങനെയാണ് ഇട്ടേക്കുന്നത്. കുഴപ്പമില്ല, കഴിക്കാം. ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. മുരിങ്ങയില ഈ കോലത്തിലായിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങ് ചുരുങ്ങിപ്പോയി. ഇനി നമ്മൾ ഈ മുട്ട ഫുൾ ഒഴിക്കാൻ പോവാണേ. ആ മുട്ട ഒഴിക്കുന്നതിന് മുന്നേ ഈ നടുക്ക് കുറച്ച് സ്പേസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്കൊരു കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ആ പോർഷനിലേക്ക് തന്നെ മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണേ. 4 മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പെപ്പർ പൗഡർ ഇതിൽ നിന്ന് തന്നെ അങ്ങനെ ഫുള്ള് ഇടുകയാണേ. നല്ല പൗഡറായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇടിക്കുന്ന സ്ഥാനത്ത് വെച്ചിട്ടാണെങ്കിലും കുറേ നേരം ഇടിച്ച് നല്ല പൗഡറായിട്ട്, ഇല്ലെങ്കിൽ ആ തരി വരും. ഇതിലേക്ക് തന്നെ കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന്. നമ്മൾ മുരിങ്ങയിലേക്കുള്ള ഉപ്പല്ലേ ഇട്ടുള്ളൂ, മുട്ടയ്ക്ക് എക്സ്ട്രാ ഉപ്പിട്ടില്ലല്ലോ. കുറച്ച് ഉപ്പും കൂടി ഇടുക. എന്നിട്ട് ഇളക്കുക. കുറച്ച് തേങ്ങയും കൂടി ചിരകിയിടുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒരു കപ്പിൽ ഒരു 1/2 കപ്പ് തേങ്ങ, അതൊക്കെ മതി. പക്ഷേ എനിക്കിപ്പം പൊട്ടിച്ച് തേങ്ങയില്ല. പിന്നെ ഇനിയിപ്പോൾ പൊട്ടിച്ച് ചിരണ്ടിയൊക്കെ വരുമ്പോഴത്തേനും ടൈം ആവും. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇത് ശരിക്കും നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ശരിക്കും ഒന്ന് വേവിച്ച് എടുക്കുക. വരും നമ്മുടെ മുരിങ്ങയില വേകുന്നതല്ലേ, വേകുമല്ലോ. പിന്നെ മുട്ടയല്ലേ, അത് വേഗം ആയിക്കോളും. എന്നിട്ട് അപ്പോൾ നമ്മുടെ കറി സെറ്റാകും. ഇതേ നമ്മുടെ തോരൻ കറിയുടെ ഫൈനൽ രൂപം എങ്ങനെയാണ്? സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ മുട്ടയ്ക്ക് ഇങ്ങനെ കിടക്കണം. എന്തായാലും നല്ല രുചിയാണ് കേട്ടോ. അടിപൊളി കറിയാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്ക്.